2026 ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സൗദിയും. ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു, ഉംറ മന്ത്രി തൗഫീഖ് ബിൻ ഹൗസാൻ അൽ റബിയയുമായി ജിദ്ദയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. 2026 ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഇന്ത്യയുടെ കോട്ട 1,75,025 സ്ഥിരീകരിച്ചു. നവംബർ 7 മുതൽ 9 വരെ സൗദി അറേബ്യയിൽ നടന്ന കിരൺ റിജിജുവിന്റെ ഔദ്യോഗിക സന്ദർശനത്തിലാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജ് തയ്യാറെടുപ്പുകൾ ഇരു മന്ത്രിമാരും അവലോകനം ചെയ്തു. ഏകോപനം, ലോജിസ്റ്റിക്കൽ പിന്തുണയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തു. സുഗമവും സുഖകരവുമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനുള്ള ഗതാഗതം, താമസ സൗകര്യം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയും ചർച്ചയായി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയും സൗദി അറേബ്യയും ഹജ്ജ് 2026 ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചു. കൂടാതെ റിയാദിലെ ഇന്ത്യൻ എംബസിയിലെയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിലെയും ഉദ്യോഗസ്ഥരുമായും ആഭ്യന്തര അവലോകന യോഗം നടത്തി ഹജ്ജ് 2026 ഒരുക്കങ്ങൾ വിലയിരുത്തി. ശേഷമാണ് ഇന്ത്യക്കുള്ള കോട്ട 1,75,025 സ്ഥിരീകരിച്ചതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യൻ തീർത്ഥാടകരുടെ ക്ഷേമവും സൗകര്യവും ഉറപ്പാക്കാൻ സൗദി അധികാരികളുമായി ഏകോപനത്തോടെ നടത്തിയ കോൺസുലേറ്റ് ടീമിന്റെ ശ്രമങ്ങളെ മന്ത്രി കിരൺ റിജിജു അഭിനന്ദിച്ചു. ഇന്ത്യ സൗദി അറേബ്യ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്. സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഹൗസാൻ അൽ റബിയയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി ഹജ്ജ് കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 2026 ഇന്ത്യൻ തീർത്ഥാടകർക്ക് 1,75,025 ഹജ്ജ് കോട്ട ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും സുരക്ഷിതവും സുഗമവും ആത്മീയവുമായ യാത്ര ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും പങ്കിട്ട പ്രതിബദ്ധത ഹജ്ജ് 2026 കുറിച്ചുള്ള തങ്ങളുടെ ചർച്ചകളിൽ വീണ്ടും ഉറപ്പിച്ചു എന്നാണ് കിരൺ റിജിജു എക്സിൽ കുറിച്ചത്. അതേസമയം തീർത്ഥാടകർക്ക് ലഭ്യമാക്കിയിരുന്ന അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി മന്ത്രി ഫീൽഡ് സന്ദർശനവും നടത്തി. ജിദ്ദയിലെയും തായിഫിലെയും ടെർമിനൽ 1, ഹറൈമിൻ സ്റ്റേഷൻ എന്നിവയുൾപ്പെടെയുള്ള ജിദ്ദയിലെയും തായിഫിലെയും പ്രധാന ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട സ്ഥലത്തിലാണ് സന്ദർശനം നടത്തിയത്. അതേസമയം ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാക്കാൻ 5 നിബന്ധനകൾ പൂർത്തിയാക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇസ്ലാം, പ്രായപൂർത്തി, ബുദ്ധി, സ്വാതന്ത്ര്യം, ഹജ്ജിനുള്ള ശേഷി എന്നിവയാണിവ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാത്തതിനാൽ ഹജ്ജ് ചെയ്യാത്ത വ്യക്തി കുറ്റക്കാരനല്ല. പ്രായപൂർത്തിയാകാത്തവരും അടിമകളും ശേഷിക്കുറവുള്ളവരും ഹജ്ജ് ചെയ്താൽ പുണ്യമായി സ്വീകരിക്കപ്പെടും. കുട്ടികളെ ഹജ്ജ് ചെയ്യിപ്പിച്ചാൽ രക്ഷിതാക്കൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രായപൂർത്തിയായതിനു ശേഷം ശേഷിയുള്ളവരായാൽ ബാധ്യത വീട്ടാൻ ഈ ഹജ്ജ് മതിയാകില്ല. അടിമകൾ സ്വതന്ത്രമായി ഹജ്ജ് നിർബന്ധമായാൽ അവരും ബാധ്യത വീട്ടാൻ വേറെ ഹജ്ജ് ചെയ്യണം. ഇതുപോലെ ശാരീരികമോ സാമ്പത്തികമോ ആയി ശേഷി കുറഞ്ഞവരെ ഹജ്ജ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് തീർച്ചയായും പ്രതിഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.